ആ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ടി വി അല്ലെങ്കിൽ മൊബൈൽ, അതാണ് അവരുടെ ലോകം അല്ലേ. ഈ സാറുട്ട സ്കൂളിൽ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ടി വി ഓഫ് ആക്കി കഴിഞ്ഞാൽ മൊബൈൽ അല്ലേ സാറുട്ട? ഇതല്ലേ നിൻ്റെ ആക്ടിവിറ്റി? അപ്പോൾ ഇന്ന് നമ്മൾ ഇവരെ പുറത്തിറക്കിയിരിക്കുകയാണ്, ഈ പുറത്തുള്ള കാഴ്ചകൾ കാണിക്കാനും. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പൺ സ്പേസുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാനും. ഇന്നതില്ല. അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് തൊട്ടടുത്ത വീട്ടുകളിലെ കുട്ടികൾ പരസ്പരം അറിയാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. ഈ ഇത് കണ്ടിട്ടുണ്ടോ നീ? നീ കണ്ടിട്ടുണ്ടോ? ഇല്ലേ, ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന കായ്കളാണ്. അതാണ് തുപ്പലം പൊട്ടി. ഞങ്ങൾ ചെറുപ്പത്തിൽ തുപ്പലം പൊട്ടി എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് സാരുട്ടിനോട് ചോദിച്ചു നോക്കാം അത് കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ സാരുട്ടിനെ കാണിച്ചു കൊടുക്കാം. സാരുട്ടാ, സരങ്ക്, നീ ഇത് കണ്ടിട്ടുണ്ടോ? നമുക്ക് എന്താ ഈ ഒരു കായ നീ കണ്ടിട്ടുണ്ടോ? ഇത് ഇല്ല. അതെ, അച്ഛൻ്റെ ചെറുപ്പത്തിലൊക്കെ അച്ഛൻ ഇതൊക്കെ ആയിട്ടായിരുന്നു കളിച്ചിരുന്നത്. ഇതൊരു പൊട്ടിത്തെറിക്കണ കായാണ്. ഇതിൽ തുപ്പലാക്കിയിട്ട് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കണം. അത് ചെയ്ത് നമുക്ക്. അടുത്ത അതാ ഒരു ഫേസ്. നീ ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സിത്തുട്ടനൊന്ന് കാണിച്ചു കൊടുക്കാം. അത് സിത്തുട്ട നോക്ക്, ഒരു സാധനം കാണിച്ചു തരാം. ഈ വായിൽ തുപ്പില്ല, അവൻ്റെ അല്ല, നിൻ്റെ വായിൽ. അയ്യോ, എന്നൊരു കയ്യിൽ വെച്ചെടുക്കുക. അതാ പൊട്ടി. എന്തുണ്ടായി സിത്തു? എന്തുണ്ടായി ഇപ്പോൾ? ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലിതിന് തുപ്പലം പൊട്ടി എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലിതിന് എന്താ പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ചെറുപ്പത്തിൽ ഇതായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, തുപ്പലാക്കുക വായിൽ വെച്ചിട്ട് കയ്യിൽ വയ്ക്കുക. ഇത് ആദ്യത്തെ കാണുന്നത് സൂപ്പറല്ലേ? പൊട്ടിച്ച് ഉണങ്ങിയത് പൊട്ടിക്കണം. ഫ്രണ്ട്സ്, നമ്മളിത് ഓൺലൈന് വിക്കിപീഡിയയിൽ ചെക്ക് ചെയ്തപ്പോൾ തുപ്പലം പൊട്ടി തന്നെയാണ് അതിൽ കാണിക്കുന്നത്. അതേപോലെ വേലിപ്പടക്കം, ചൈനീസ് വയലറ്റ് എന്നും അറിയപ്പെടുന്നു.